BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha, K. Purushothaman and Sons, Golden Jewellery, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewellers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Kalarika Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. Mangalat Opticals, Pulimootil Plaza, Pala Road, Thodupuzha. Royal, the complete family shopping near Private Bus Stand, Thodupuzha. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്ന് ലോൺ കിട്ടിയെന്നറിയാമോ? ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewellery, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. Malabar Golden Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൌസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. ഷീ സ്റ്റൈൽ, ദ കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ബ്ലോക്ക്. ഫോൺ 04862228751. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. മഹാറാണി ടെക്സ്റ്റൈൽസ് ഹൈപ്പർ മാർക്കറ്റ്, ഫുഡ് വെയർസ് ആൻഡ് ബാഗ്സ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, IMA റോഡ്, തൊടുപുഴ. ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. കഴിവുറ്റ അധ്യാപകർ, അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചർ, മികവേറിയ പ്ലേസ്മെന്റ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം എന്നിവയാണ് ഞങ്ങളുടെ സവിശേഷതകൾ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. AIYF AISF ലോങ് മാർച്ച് തൊടുപുഴയിൽ എത്തിച്ചേർന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനതയുടെ ക്ഷമ പരീക്ഷിക്കാൻ തൊടുപുഴ നഗരസഭയുടെ സ്വന്തം ഡംപിംഗ് യാർഡ്. ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കോലാനി പാറക്കടവ് എന്ന പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും. തൊടുപുഴയിൽ KSU മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കോൺഗ്രസ് KSU നേതാക്കൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. KN കുമാരമംഗലം സ്മാരക മന്ദിര ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജൂലൈ 20 വ്യാഴാഴ്ച 4 മണിക്ക് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ക്യാന്റീൻ ഭാഗത്ത് മതിൽ കെട്ടുന്നത് വിവാദമാകുന്നു. സ്ലാബിട്ട ഓടയുടെ മുകളിൽ കരിങ്കൽ ഉപയോഗിച്ചാണ് പോലീസ് അധികൃതർ മതിൽ കെട്ടുന്നത്. Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha. വാർത്തകൾ വിശദമായി.
AIYF AISF ലോങ് മാർച്ച് തൊടുപുഴയിൽ എത്തിച്ചേർന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ യുവജനങ്ങളെ അണിനിർത്തുക എന്നതാണ് മാർച്ചിന്റെ ഉദ്ദേശം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിൽ കാട്ടിൽ സീതയും രാമനും താമസിക്കുന്ന കാലത്ത് ആശ്രമത്തിൽ നിന്ന് കാട്ടിൽ നെൽകൃഷിയൊന്നുമില്ല. പിന്നെ രാവിലെ പോയി മേടിച്ചുകൊണ്ട് വരാൻ മാവേലി സ്റ്റോറും ഇല്ല, റേഷൻ കടയും ഇല്ല, ഈ സംവിധാനമൊന്നുമില്ല. അപ്പൊ കാട്ടിൽ കിട്ടുന്ന വെള്ളവും കാട്ടിലെ പഴവും കാട്ടിലെ കൈയും കാട്ടിലെ മൃഗവും അതേ തിന്നാൻ പറ്റൂ. അത് ശരിയാണ്. കിട്ടുന്നത് കഴിച്ച് ജീവിക്കണം. അപ്പൊ രാമൻ വേട്ടയ്ക്ക് പോവും, ലക്ഷ്മണനും രാമനും ഉണ്ടെങ്കിൽ ഒരാൾ വേട്ടയ്ക്ക് പോവും, ഒരാൾ സീതയ്ക്ക് കൂട്ടിരിക്കും. അങ്ങനെ വേട്ടയ്ക്ക് പോയി രാമൻ മാനായിരിക്കും, വേട്ടയാടിക്കൊണ്ടുവന്ന ഇറച്ചി. കാട്ടിൽ സീത വെയിലത്തിട്ട് ഉണക്കുമ്പോൾ, വെയിലത്തിട്ട് സീത ഉണക്കുന്നത് BJP-ക്കാർ വടക്കേ ഇന്ത്യയിൽ ഇറച്ചി കയറ്റുമതി ചെയ്യുന്ന പോലെ കയറ്റുമതി ചെയ്യാനല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, കഴിക്കാനാണ്. അപ്പൊ ഉണക്കുമ്പോൾ ക്ഷീണം കൊണ്ട് വേട്ട കഴിഞ്ഞ് വന്ന രാമൻ സീതയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ്. ഇത് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടു പോകാതിരിക്കാൻ സീത കാവലിരിക്കുകയാണ്. അപ്പോഴാണ് ദേവേന്ദ്രന്റെ മകൻ ജയന്തൻ, ഈ ദേവേന്ദ്രനെ നിങ്ങൾക്കറിയാം, അതായത് ആര്യന്മാർ സിന്ധു നദീതടം കഴിഞ്ഞു വരുമ്പോൾ കൂടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ദൈവം ദേവേന്ദ്രനാണ്. അവർ കൊണ്ടുവരാത്ത ദൈവം ശിവനാണ്. ശിവൻ പണ്ടേ ഇവിടെ ഉള്ള ദൈവമാണ്. ദേവേന്ദ്രൻ കൊണ്ടുവന്നത് ഇവിടെയുള്ള നഗരങ്ങളെ നശിപ്പിച്ചത് കൊണ്ടാണ് ദേവേന്ദ്രനെ പുരന്തരൻ എന്ന് വിളിച്ചത്. പുരങ്ങളെ ഇല്ലാതാക്കിയത്. സംഘാടക സമിതി ചെയർമാൻ PP ജോയ് അധ്യക്ഷത വഹിച്ചു. AISF ദേശീയ ജനറൽ സെക്രട്ടറി വിശ്വജിത് കുമാർ, അഫ്താഫ് ആലം ഖാൻ, വലിയുള്ള ഖാദരി, AIYF ദേശീയ ജനറൽ സെക്രട്ടറി R തിരുമലൈ എന്നിവരാണ് മാർച്ച് നയിച്ചത്. PP ജോയ്, PR പ്രമോദ്, PS സുരേഷ്, അമൽ അശോകൻ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ കോലാനി പാറക്കടവിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർ ഇല്ലാതായിട്ട് ദിവസങ്ങളായി. 2 കോളനികൾ ഉൾപ്പെടെ ധാരാളം സാധാരണക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു ആശുപത്രിയുടെ പ്രാധാന്യം അധികാരികൾക്ക് മനസ്സിലായ മട്ടില്ല. തൊടുപുഴ കോലാനി പാറക്കടവിൽ NRHMന്റെ കീഴിലുള്ള നാഷണൽ അർബൻ ഹെൽത്ത് മിഷന്റെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർ ഇല്ലാതായിട്ട് ദിവസങ്ങളായി. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഡോക്ടർ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഈ ഡോക്ടറുടെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു. പകരം പുതിയ ഡോക്ടറെ ലഭിക്കാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുവാൻ കാരണം. 2 കോളനികൾ ഉൾപ്പെടെ ധാരാളം സാധാരണക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു ആശുപത്രിയുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് NRHM ഇവിടെ PHC ആരംഭിച്ചത്. പനി മൂലം സാധാരണ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുമ്പോൾ ഈ പ്രദേശത്തെ ആശുപത്രിയിലെ ഡോക്ടറുടെ അഭാവം സാധാരണ ജനങ്ങളെ വലയ്ക്കുന്നു. NRHMന്റെ കീഴിൽ തന്നെ NUHM എന്ന് പറഞ്ഞ് വന്ന ഒരു പ്രോഗ്രാമാണ്, അത് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. അപ്പൊ NRHMൽ കൊടുക്കുന്നതിനേക്കാളും സാലറി കുറവാണ് ഈ പറയുന്ന NUHMൽ വരുന്നത്. നമുക്കിപ്പോ NRHMൽ തന്നെ പോസ്റ്റിങ്ങിന് ആളെ കിട്ടുന്നില്ല. നിലവിൽ ഒരാളുണ്ടായിരുന്നു, ആളുടെ കല്യാണം ആയതുകൊണ്ട് ആള് 2 ആഴ്ചത്തേക്ക് ലീവിൽ പോയേക്കുന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഒരാളെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ജില്ലാ ഓഫീസർ സംസാരിച്ചിട്ട് വർക്കിംഗ് അറേഞ്ച്മെന്റ് ഇടാൻ വേണ്ടി വേറെ ആൾക്കാരില്ല. അപ്പൊ ഇടുക്കി ജില്ലാ ആശുപത്രിയിലുള്ള ഒരാൾ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിലവില് നമുക്കൊരു പാർട്ട് ടൈം ഡോക്ടറുടെ വേക്കൻസി ഉണ്ട്. അപ്പൊ അദ്ദേഹം ആഴ്ചയിൽ 3 ദിവസം ഉച്ച കഴിഞ്ഞ് അവിടെ ഉണ്ടാവും. അത് ENT എന്ന് പറയുമ്പോ തന്നെ ജനറൽ മെഡിസിൻ എല്ലാവരും കൈകാര്യം ചെയ്യുമല്ലോ. അല്ല ഇതൊക്കെ നമുക്കറിയാം. കാരണം ഈ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ തന്നെ ഈ സംഭവം കൊണ്ടുവന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. ബ്ലോക്കിലൊക്കെ തന്നെ ആണെങ്കിൽ ഈ പ്രാവശ്യം മഴക്കാലഘട്ടത്തിലേക്ക് വേണ്ടി വിളിച്ച ഡോക്ടേഴ്സിനെ പോലും കിട്ടിയിട്ടില്ല. അപ്പം ഇത്ര ഷോർട്ടേജ് ഉള്ളതാണ്. പിന്നെ PGയുടെ എൻട്രൻസ് തുടങ്ങുന്നതുകൊണ്ട് കുറെ പേര് അങ്ങനെ മാറിയിട്ടുണ്ട്. നമുക്ക് ഡോക്ടേഴ്സിന് കിട്ടാനില്ല. ഉണ്ടായിരുന്നതാണ്. അദ്ദേഹമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കല്യാണത്തിന്റെ ആവശ്യത്തിനായി 2 ആഴ്ച ലീവാണ്. ഇല്ല, അവര് 2 ആഴ്ചയാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി പറ്റുമെങ്കിൽ നേരത്തെ ജോയിൻ ചെയ്യാന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെയാന്ന് നിലവിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ ഡോക്ടർ ഇല്ലെങ്കിൽ വേറെ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ആരെങ്കിലും വിടും. അതിന് 2 ദിവസം താമസം എടുക്കും. നമുക്ക് ഞാൻ അർബൻ ഹെൽത്ത് മിഷന്റെ കോർഡിനേറ്റർ. ഇത്രയും ദിവസങ്ങളായിട്ട് ഇവിടെ ആയിട്ടില്ല. ഈ ഇത്ര അയൽക്കാരുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഡോക്ടറും ഇല്ല, മരുന്ന് കൊടുക്കാൻ ആളും ഇല്ല. ഡോക്ടറില്ലാതെ 2 മണിയാകുമ്പം അടയ്ക്കും. ചോറിൻ്റെ ഇട്ട് വന്ന് വീണ്ടും തുറക്കും. 2 മണിക്ക് ഡോക്ടർ വരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായിട്ട് ഇവിടെ ഡോക്ടർ മെയിനായിട്ട് വേണം. മറ്റ് ഹെൽത്ത് സെന്ററുകളിൽ ജോലിക്ക് പോകുമ്പോൾ ലഭിക്കുന്ന ശമ്പളം ഇവിടെ ലഭിക്കാത്തതാണ് ഡോക്ടർമാരെ കിട്ടാത്തതിന് കാരണമെന്ന് അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ KSU മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കോൺഗ്രസ് KSU നേതാക്കൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. തൊടുപുഴ ബാറിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ K. ജോസ് മുഖേന നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ്.
കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, DCC സെക്രട്ടറി ജിയോ മാത്യു, KSU ജില്ലാ പ്രസിഡന്റ് സിബി തോമസ്, മുൻ ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി, സംസ്ഥാന സെക്രട്ടറി മാത്യു K. ജോൺ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ ഇവർ ചാഴികാട്ട് ആശുപത്രി ചികിത്സയിലാണ്. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാവലേർപ്പെടുത്തിയിരുന്നു. പോലീസ് മർദ്ദനം TV ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും പൊതുജനം കണ്ടിരുന്നെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഇവർ DYSP, സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരുൾപ്പെടെയുള്ള പോലീസ് സേനയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു FIR. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം തന്നെ തോക്കെടുത്തതും വിവാദമായിരുന്നു. പോലീസിന്റെ ഏകപക്ഷീയമായ നിലപാടിനെതിരെയുള്ള മറുപടിയാണ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോടതി ഉത്തരവിനെ തുടർന്ന് ഇവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പോലീസ് കാവൽ പിൻവലിക്കേണ്ടിയും വരും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ക്യാന്റീൻ ഭാഗത്ത് മതിൽ കെട്ടുന്നത് വിവാദമാകുന്നു. സ്ലാബിട്ട ഓടയുടെ മുകളിൽ കരിങ്കൽ ഉപയോഗിച്ചാണ് പോലീസ് അധികൃതർ മതിൽ കെട്ടുന്നത്. ഓടയുടെ മുകളിൽ മതിൽ കെട്ടുന്നത് നിയമവിരുദ്ധമാണെന്നും ഭാവിയിൽ ഓട വൃത്തിയാക്കണമെങ്കിൽ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മീറ്ററിന്റെ ലാഭം നോക്കിയാണ് ഈ ഓടയ്ക്ക് മുകളിലേക്ക് ഈ മതിൽ കെട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഓട ബ്ലോക്ക് വരികയോ ഏതെങ്കിലും കാരണവശാൽ ഓട പൊളിച്ച് അല്ലെങ്കിൽ ഓട ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും സാധ്യമല്ലാത്ത രീതിയിലാണ് പോലീസ് കോമ്പൗണ്ടിൻ്റെ മതിൽ കെട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമാണ്. സ്വകാര്യ വ്യക്തികൾക്കാണെങ്കിൽ പോലും ഓടയുടെ മുകളിൽ വെച്ച് മതിൽ കെട്ടുവാനുള്ള അവകാശമില്ല. ഇത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വകാര്യ വ്യക്തികൾ ഇത് ചെയ്യണം. സ്വകാര്യ വ്യക്തികൾക്ക് മാതൃകയാകേണ്ടതായ ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓടകൾ ക്ലീൻ ചെയ്യുന്നു, ഡെങ്കിപ്പനിക്കെതിരായിട്ട് എല്ലാവരും സാർവത്രികമായി ഒന്നിക്കുന്നത് പ്രവർത്തിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 1/2 മീറ്റർ സ്ഥലത്തിൻ്റെ ലാഭത്തിന് വേണ്ടി ഈ കാണിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടെ പരിശോധിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ഉന്നത പോലീസ് അധികാരികൾ ഇടപെട്ട് ഈ പ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. പരിശോധനയ്ക്കെത്തിയ മുനിസിപ്പൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത് പ്രൈവറ്റ് റോഡാണെന്ന ന്യായം പറഞ്ഞ് തിരിച്ചു പോവുകയായിരുന്നു. ഈ റോഡ് കരുണ ആശുപത്രിയിലേക്കുള്ള സ്വകാര്യ റോഡാണെന്നും ഈ റോഡിന്റെ വീതി ഒഴിവാക്കിയാണ് പോലീസ് സ്റ്റേഷന്റെ മതിൽ കെട്ടുന്നതെന്നും പോലീസ് അധികാരികൾ പറഞ്ഞു. ഈ ഓടയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന ഭീമൻ മാലിന്യ പൈപ്പ് ആരുടേതാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു. ഒരു ജനതയുടെ ക്ഷമ പരീക്ഷിക്കാൻ തൊടുപുഴ നഗരസഭയുടെ സ്വന്തം ഡംപിംഗ് യാർഡ്. ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കോലാനി പാറക്കടവ് എന്ന പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ പാറക്കടവിലുള്ള ഡംപിംഗ് യാർഡ് പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി മാറുന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ മാലിന്യങ്ങളും ഇവിടെയാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് നിക്ഷേപിക്കില്ല എന്ന് മുനിസിപ്പൽ അധികൃതർ പലതവണ പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകിയെങ്കിലും മാലിന്യങ്ങൾ തരംതിരിക്കാതെ ഇവിടെ കുന്നുകൂട്ടിയിരിക്കുകയാണ്. ശുചിത്വ മിഷൻ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയ്ക്ക് ലഭിച്ച 1.25 കോടിയോളം രൂപയിൽ 1 രൂപ പോലും ചെലവഴിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. മാലിന്യങ്ങൾ തരംതിരിച്ച് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനായി 50 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഷെഡ് നാശത്തിന്റെ വക്കിലാണ്. നഗരസഭയിലെ മുഴുവൻ മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിക്കുമ്പോൾ ഡംപിംഗ് യാർഡിന്റെ മതിലിൽ മാലിന്യം നിക്ഷേപിച്ചാൽ 25,000 രൂപ പിഴയടയ്ക്കേണ്ടി വരുമെന്ന് ആരെയും ചിരിപ്പിക്കുന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് പുറത്തുനിന്ന് മാലിന്യം നിക്ഷേപിക്കുന്നത് രാത്രികാലങ്ങളിലാണെങ്കിൽ അത് കാണുവാൻ പോലും സാധിക്കില്ല. കാരണം ഇതിന്റെ പരിസരത്തെ ഒരു വഴിവിളക്ക് പോലും പ്രവർത്തനക്ഷമമല്ല. നഗരസഭാ വാർഡ് തെരഞ്ഞെടുപ്പിൽ ഭരണപ്രതിപക്ഷ മുന്നണികൾക്ക് ഈ വാർഡിലെ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങുന്നതിനുള്ള ഒരു തുറുപ്പുചീട്ട് മാത്രമാണിത്. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ പോലും ഇതിന്റെ മുന്നിലൂടെ പോകാറില്ല. ഇതിന്റെ ദുരിതം പേറുന്നത് സമീപവാസികളായ ആളുകൾ മാത്രം. റോഡ് ടാർ ചെയ്യലും വഴിവിളക്കുകൾ തെളിയിക്കലും മാത്രമാണ് വാർഡിന്റെ വികസനം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം കൗൺസിലർമാരുള്ള തൊടുപുഴ നഗരസഭയിൽ ഇത് പ്രതീക്ഷിക്കാവുന്നത് മാത്രം. ഇതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ പാറക്കടവിലെ ജനങ്ങളുടെ ക്ഷമ നശിക്കണമെന്ന അവസ്ഥയാണ്. തൊടുപുഴ സഭയിൽ നിന്നും അല്ലെങ്കിൽ തൊടുപുഴ ടൗണിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഏതാണ്ട് 10-40 വർഷമായിട്ട് ഈ ഡംപിംഗ് യാർഡിൽ കൊണ്ടുപോയി നിക്ഷേപിക്കലാണ് അവരുടെ പണി. ഈ വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും നാളിതുവരെയായും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് കുറച്ച് ഞങ്ങൾ ഈ പ്രദേശംകാർ സമരം ചെയ്തതിൻ്റെ ഫലമായി ടൗണിൽ വാഹനങ്ങളിലേക്ക് മാലിന്യം ശേഖരിക്കുകയും അതിവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ തൊടുപുഴ ടൗൺ ഇപ്പോൾ അല്പം ക്ലീനായി എന്നല്ലാതെ ഇവിടെ യാതൊരു മാറ്റവും വന്നിട്ടില്ല.
ഇവിടുത്തെ കൗൺസിലർമാർ ഇത്തരം കാര്യങ്ങളിൽ അവർക്കൊരു ശ്രദ്ധയുമില്ല. കൗൺസിലർമാർ ആക്ടിനെ പറ്റിയോ അവർക്ക് അതിനെപ്പറ്റിയോ ഉള്ളൊരു ജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവരിത് വായിക്കുകയും ഇതിൻ്റെ നടപടി ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും തൊടുപുഴ നഗരസഭ ഈ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ അശാസ്ത്രീയമായ പണിരീതികൾ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പോക്കറ്റ് റോഡുകൾ, മെയിൻ റോഡുമായിട്ടുള്ള സംഗമ സ്ഥലങ്ങളിൽ ദിശാ ബോർഡുകളും അപകട മുന്നറിയിപ്പ് സിഗ്നലുകളും ഇല്ലാത്തതാണ് അപകടത്തിന് കാരണമെന്ന് കോപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് PA ജോർജ് പറഞ്ഞു. റോഡുകൾ ഉണ്ടാക്കി ഒത്തിരിയേറെ ബാരിയറുകൾ വെക്കാനാണെങ്കിൽ അങ്ങനെ റോഡ് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നും. ഈ ജംഗ്ഷനിൽ തന്നെ 8 തടസ്സങ്ങളാണ് ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ മാത്രം ഉണ്ടാക്കിയിരിക്കുക. ഒത്തിരിയേറെ ട്രാഫിക് ബ്ലോക്കുകൾ ഇവിടെ പതിവാണ്. ഓടിക്കുന്ന ആളിന് പോക്കറ്റ് റോഡിൽ നിന്ന് മറ്റു റോഡുകളിൽ നിന്ന് വരുന്നത് ശ്രദ്ധിച്ച് പോകാനുള്ള ബാധ്യതയുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെ നല്ല റോഡുണ്ടാക്കി ഒത്തിരി തടസ്സങ്ങളുണ്ടാക്കി ഒരു 10 മിനിറ്റോളം ഈ തടസ്സങ്ങൾ കടന്നു പോകാനായിട്ട് വണ്ടികൾ നിർത്തിയിടേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ശരിയല്ല. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗം അവിടെ സിഗ്നൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ റോഡിൽ ദിനംപ്രതി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ദിശാ ബോർഡുകളില്ല. അതുപോലെ ട്രാഫിക്കിൻ്റെ സിഗ്നൽ ലൈറ്റോ അതുപോലെ ഒരു പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടാനുള്ള നടപടിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപകടം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മുല്ലയ്ക്കൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിവൈഡർ ബോർഡുകൾ പരസ്യ കമ്പനികൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇത് ദേശീയ റോഡ് സുരക്ഷാ നിയമങ്ങളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പോലീസ് വീഴ്ച വരുത്തിയിരിക്കുന്നത് അപകടങ്ങൾ പെരുകാൻ കാരണമാകുന്നുവെന്ന് കോലാനി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ആരോപിച്ചു. വെങ്ങല്ലൂരിൽ നിന്നും പാലാ വരെ പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ഈ ദേശീയപാതയിൽ മുല്ലയ്ക്കൽ ജംഗ്ഷനിൽ മാത്രം ഡിവൈഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നതും പ്രശ്നമായിട്ടുണ്ട്. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാതാ പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പുനഃസംഘടിപ്പിച്ചു. വികാരി ഫാദർ തോമസ് പെരിയപ്പുറം അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ട്രഷറർ ജോൺ മുണ്ടൻകാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. മെമ്പർഷിപ്പ് വിതരണം ബെന്നി ഇല്ലിമൂട്ടിൽ നൽകിക്കൊണ്ട് വികാരി ഫാദർ തോമസ് പെരിയപ്പുറം നിർവഹിച്ചു. ഭാരവാഹികളായി പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ പ്രസിഡന്റ്, ആന്റണി കൊറോത്ത് വൈസ് പ്രസിഡന്റ്, പ്രൊഫസർ ഉലഹനൻ പന്തലൂർ പറമ്പിൽ സെക്രട്ടറി, ജോസ് മാങ്കുന്നേൽ ജോയിന്റ് സെക്രട്ടറി, ബെന്നി പുത്തൻപുരയിൽ ട്രഷറർ, ഷാജി മുഞ്ഞാട്ട്, PT ജോസ് പടിഞ്ഞാറയിൽ, പ്രൊഫസർ PA ജോസ്, ഡൊമിനിക് നെടുങ്കല്ലേൽ, സോജൻ വെട്ടിക്കൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സിബിച്ചൻ ആന്റണി, സാബു നെയ്ശ്ശേരി, രൂപതാ പ്രതിനിധികൾ എന്നിവരെ തെരഞ്ഞെടുത്തു. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നവർക്കും നമ്മളോടൊപ്പം ചേർന്നാണ് നമ്മൾ ഒന്നിച്ചാണ് പോവുക. നമുക്ക് സമ്മതിദ സിദ്ധാന്തങ്ങളോ വിമർശനങ്ങളോ എതിർപ്പുകളോ ഒന്നും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കൂട്ടിനിർത്തിക്കൊണ്ട് ഈ 42 ലക്ഷത്തോളം വരുന്ന സീറോ മലബാർ സഭ അംഗങ്ങളെ ലോകത്താകമാനം ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്നിച്ച് മുൻപോട്ട് പോകാൻ അവരുടെ ആവശ്യങ്ങളിലെ, അവരുടെ പ്രതിസന്ധികളിലെ, അവരുടെ പ്രശ്നങ്ങളിലെ, അവരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാമുദായികമായ വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഒരു കൂട്ടായ്മയിലൂടെ മുൻപോട്ട് പോകുവാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവുമാണ് കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിലുള്ളത്. നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ പല പ്രോജക്റ്റുകളും നമുക്ക് പലപ്പോഴും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഉടനെയുള്ള കാലങ്ങളിൽ അതെല്ലാം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മലയൻ ഡ്വാർഫ് തെങ്ങിൻ തൈകൾ തൊടുപുഴ മാതാ ഷോപ്പിംഗ് ആർക്കേഡിലുള്ള ഗാന്ധിജി സ്റ്റഡി സെന്ററിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നാളികേര വികസന വകുപ്പ് തെരഞ്ഞെടുത്ത് നൽകിയ വിത്ത് തേങ്ങ നേരിട്ട് തോട്ടത്തിൽ നിന്നും ശേഖരിച്ച് സ്വന്തമായി പാകി മുളപ്പിച്ച് യാതൊരു രാസവളമോ ജൈവവളമോ കൂടാതെ ചകിരിച്ചോറിട്ട് കൂടയിലാക്കിയതാണ്. തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച് വർഷങ്ങളായിട്ട് ആ പാരമ്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിനേക്കാൾ കൂടുതൽ തെങ്ങിൻ്റെ കൃഷി മറ്റു സംസ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കി. പക്ഷേ കേരളത്തിലെ ഇതൊരു നാണ്യവിളയല്ല, ഇതൊരു ഭക്ഷ്യ ഉൽപ്പന്നമാണ്. ഈ ഭക്ഷ്യ ഉൽപ്പന്നത്തെ നമ്മൾ മറികടന്ന് മറ്റൊന്നിലേക്ക് പോയാൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടവും നമ്മുടെ ആഹാര വില വർദ്ധിക്കുമെന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് വിളവ് കിട്ടാവുന്ന തെങ്ങിൻ തൈകൾ ഇവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കേരള തെങ്ങ് വികസന സമിതി അല്ലെങ്കിൽ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് അംഗീകാരം കൊടുത്തിരിക്കുന്ന തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് ഗാന്ധിജി സ്റ്റഡി സെൻ്റർ നേരിട്ട് ചെന്ന് തേങ്ങ ശേഖരിക്കുകയും അത് നമ്മൾ സ്വന്തമായിട്ട് നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച് അതിനെ നല്ല രീതിയിൽ പരിചരിപ്പിച്ച് നമ്മളിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു 4 വർഷം കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്താൽ അതിന് വിളവ് വളരെ നേരത്തെ ഉൽപ്പാദനം കിട്ടുന്ന ഒരു ഇനമാണ്. ഇത് കേരള വികസന ബോർഡ്
നന്നായിട്ട് ശുപാർശ ചെയ്യുന്നു. സാധാരണ കൃഷിക്കാർക്ക് ഇതുപോലെ പ്രയോജനകരമാണ്. ഇത് മറ്റു തരത്തിലും തെങ്ങിനെ സംബന്ധിച്ചും തേങ്ങയെ സംബന്ധിച്ചും അത്യുൽപാദന ശേഷി ഉള്ളതുപോലെ തന്നെ മറ്റ് ഗുണമേന്മയുള്ളതുമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ കൃഷിക്കാർക്ക് വളരെ പ്രയോജനകരമാണ്. ഗാന്ധിജി സ്റ്റഡി സെന്ററിൽ ഇത് വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. നെടുമറ്റം ചെക്ക് ഡാം കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തു. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വണ്ടമറ്റം ഭാഗത്ത് തോടിന് കുറുകെ നിർമ്മിച്ച നെടുമറ്റം ചെക്ക് ഡാമും പാലവും PJ ജോസഫ് MLA പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നമുക്കറിയാം, വേനലായാൽ നമുക്ക് വരൾച്ച വലിയ പ്രശ്നമായിരിക്കുന്നു. ചെക്ക് ഡാമുകൾ അതിനൊരു പരിഹാരമാണ്. ചെക്ക് ഡാമുകളുടെ ഒരു ശൃംഖല കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് സംസ്ഥാനത്തുടനീളം തീർക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഈ ചെക്ക് ഡാമിനോടനുബന്ധിച്ച് നമുക്കൊരു ചെറിയ പാലവും കിട്ടിയിരിക്കുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേർത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് തങ്കപ്പൻ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് മാഞ്ചേരിൽ, ജയ്സമ്മ പോൾസൺ, ഉഷ ജോണി, സംഘാടക സമിതി കൺവീനർ MG ദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. KN കുമാരമംഗലം സ്മാരക മന്ദിര ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജൂലൈ 20 വ്യാഴാഴ്ച 4 മണിക്ക് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി, CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ, നേതാക്കളായ KP മേരി, VV മത്തായി, മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ VT പാപ്പച്ചൻ, സെക്രട്ടറി MM മാത്യു, മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. 2009 മാർച്ച് 7 അന്നത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഗണേശനാണ് തറക്കല്ലിട്ടത്. അതിനുശേഷം ഒരു നീണ്ട കാലയളവ് വന്നിട്ടുണ്ട്. ചില പ്രതിസന്ധികൾ കാരണം നമ്മളവിടെ ഒരു നീണ്ട കാലയളവ് വന്നത്. ഇവിടെ എൻ്റെ ഹാള് സഖാവ് KN തന്നെ ഭാര്യയുടെ ഭവാനിയമ്മ സ്മാരക ഹാളാണ്. ആ ഹാളിന്റെ ഉദ്ഘാടനം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് KK ജയചന്ദ്രൻ നിർവഹിക്കും. സഖാവ് KNന്റെയും ഫോട്ടോ അനാച്ഛാദനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KP മേരിയും, ഭവാനിയമ്മയുടെ ഫോട്ടോയുടെ അനുച്ഛാദനം സഖാവ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് VV മത്തായും നിർവഹിക്കും. കുമാരമംഗലം ഓഫീസുമായി ബന്ധപ്പെട്ട് 2 ലോക്കൽ കമ്മിറ്റിയാണ് പാർട്ടികളുള്ളത്. ഏഴിലൊരു കുമാരമംഗലം ലോക്കൽ കമ്മിറ്റി. സ്ഥലം തരുന്ന സമയത്ത് നമുക്ക് ഒരു പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റികൾ, പിന്നീട് പാർട്ടി മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ 2 ലോക്കൽ കമ്മിറ്റി ആവുകയും 2 ലോക്കൽ കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനമാണ്. കുമാരമംഗലം പഞ്ചായത്തിൽ 2 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ആ 2 ലോക്കൽ കമ്മിറ്റികൾക്ക് വേണ്ടിയുള്ള ഓഫീസിന്റെ ഉദ്ഘാടനമാണ് 20 നടക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മെരിറ്റ് ഡേ ആഘോഷങ്ങൾ നടന്നു. നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ വരുന്നത്, കോളേജിൽ വരുന്നത് പഠിച്ച് മിടുക്കരാകാൻ വേണ്ടിയിട്ടാണ്, മികവ് ആർജിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അത്തരത്തിൽ മികവ് ആർജിച്ച വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുന്നത് അവരെ അംഗീകരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അവരുടെ പിന്മുറക്കാരായ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉത്തേജനം പകരുന്നതിന് വേണ്ടി കൂടിയാണ്. ഇവിടെ A+ നേടിയ 6 വിദ്യാർത്ഥികളെയും A ഗ്രേഡ് കരസ്ഥമാക്കിയ 24 വിദ്യാർത്ഥികളെയും പ്രതി ഈ സമൂഹം അഭിമാനം കൊള്ളുമ്പോൾ അത് നമ്മുടെ ഈ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള മറ്റ് വിദ്യാർത്ഥികൾക്കും ഏറെ പ്രോത്സാഹജനകമാകും. അത് അവർക്ക് ഉത്തേജനം പകരും എന്നതിൽ യാതൊരു സംശയമില്ല. ആത്യന്തികമായി അതായിരിക്കണം ബെനിസാറിൻ്റെയും മറ്റ് അധ്യാപകരുടെയും മനസ്സിൽ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചെറുവികാരം. എന്തായാലും ഈ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, ബർസാർ ഫാദർ തോമസ് പൂവത്തിങ്കൽ, ബെന്നി KP, അലൻ ടോം തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴയിലെ ആദ്യകാല നാടക പ്രവർത്തകർ ഒത്തുകൂടി. അമച്വർ പ്രൊഫഷണൽ നാടകങ്ങളുടെ പ്രവർത്തനങ്ങൾ തൊടുപുഴയിൽ സജീവമാക്കുന്നതിനു വേണ്ടിയായിരുന്നു ഒത്തുചേരൽ. ആദ്യകാല നാടക അഭിനേതാക്കളായ D. മുക്കൻ, കരിങ്കുന്നം രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഒത്തുചേരൽ.
ജോസ് താന, തൊടുപുഴ കൃഷ്ണൻകുട്ടി, നെല്ലാപ്പാറ ബേബി, ജെയിംസ് പള്ളിക്കമാലിൽ, PNI കരീം, തൊടുപുഴ ചാക്കപ്പൻ, സുഗണദാസ് ചിറ്റൂർ, വേണു സമഷ്ടി തുടങ്ങി 60ഓളം കലാകാരന്മാർ ഒത്തുചേരലിൽ പങ്കെടുത്തു. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പണ്ട് മുതലേ നാടകമായി ശക്തമായി നടന്നുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ്. ഇന്നിപ്പോൾ നാടകം മനുഷ്യരിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. മനുഷ്യരൊന്നും നാടകം കാണാനുള്ള അവസരം പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു നാടക സംസ്കാരത്തോടുള്ള ബന്ധം പോലും വിട്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി അങ്ങനെ ഒരു ചിന്ത വരികയും കരിമുഖം ചെന്നെത്താൻ ഈ മൂക്കെന്ന് ഞാനും നമ്മുടെ പഴയ കലാകാരന്മാരെയും പുതിയ കലാകാരന്മാരെയും കൂടെ ഇവിടെ ഇന്ന് വിളിച്ചു കൂട്ടിയിരിക്കുക. നാടക സംസ്കാരം തിരിച്ചുകൊണ്ടിരിക്കുന്നു. നാടകങ്ങൾ അമച്ചർ നാടകങ്ങളുടെ ഈ പ്രദേശത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. പെരുമ്പിളിച്ചിറ സെന്റ് ജോസഫ്സ് UP സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്ററി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂൾ അധ്യാപകൻ ജിജോ മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോസ് കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ആന്റണി കണ്ടിരിക്കൽ നേതൃത്വം വഹിച്ചു. നമ്മളെല്ലാവരും പലതരത്തിലുള്ള കഴിവുകളുള്ളവരാണ് അല്ലേ? പലതരത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിലെ ചെടികളാണ് നാം എല്ലാവരും. അപ്പോൾ നമ്മിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ, നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സർഗാത്മക വാസനകളെല്ലാം പൊടിതട്ടി എടുക്കുന്നതിനും അത് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഒരു വലിയ അവസരമാണ്. അതിനുള്ള ഒരു പരിശീലന കളരിയാണ് ഈ ക്ലബ്ബുകളിലൂടെ നമുക്ക് ലഭിക്കുക. തീർച്ചയായിട്ടും ഇത് മുൻകാലങ്ങളിലെ കുട്ടികൾക്ക് കിട്ടാതിരുന്ന വലിയൊരു അസുലഭമായ അവസരങ്ങളാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള ക്ലബ്ബുകളോ ഈ രീതിയിലുള്ള ആക്ടിവിറ്റികളോ ഒന്നും സ്കൂളുകളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗം പേരും ക്ലബിൻ്റെ ഭാരവാഹികളാണ്. വളരെ മനോഹരമായിട്ട് അവർ സ്വർണ്ണ നിറത്തിലുള്ള തൊപ്പിയെല്ലാം അണിഞ്ഞ് ഈ സ്കൂളിനെ പോലെ തന്നെ മികച്ചതായിട്ട് തിളങ്ങി നിൽക്കുന്നു. പെരുമ്പിളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റ് നിയമങ്ങളും സ്കൂൾ നിയമങ്ങളും പാലിച്ചുകൊള്ളാമെന്നും വട്ടപ്പാറയിലെ ജനവാസ മേഖലയിലേക്ക് വിദേശ മദ്യവിൽപ്പനശാല വരുന്നതിൽ പ്രതിഷേധിച്ച് വട്ടപ്പാറ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. മദ്യവിൽപ്പനശാല സ്ഥാപിക്കുന്നതിനുള്ള നീക്കം ശക്തമായി പ്രതിരോധിക്കുമെന്ന് ജനകീയ സമരസമിതി വ്യക്തമാക്കി. സംസ്ഥാനത്തൊട്ടാകെ ഉയർന്നുവന്ന മദ്യവിൽപ്പനശാലകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ സേനാപതി പഞ്ചായത്തിലെ വട്ടപ്പാറയിൽ പ്രതിഷേധവുമായി ജനകീയ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. വട്ടപ്പാറയിലെ യാക്കോബായ പള്ളിക്ക് സമീപത്ത് വിദേശ മദ്യശാലയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെയാണ് ജനകീയ സമരസമിതി രംഗത്തെത്തിയത്. വട്ടപ്പാറ പോലെയുള്ള ഒരു ഗ്രാമത്തില് ഒരു ബിവറേജ് കോർപ്പറേഷന്റെ ഒരു മദ്യശാല ഇവിടെ തുടങ്ങിയാൽ നമ്മുടെ ഈ ഗ്രാമത്തെ സംബന്ധിച്ച്, നമ്മുടെ വട്ടപ്പാറ പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടങ്ങാനായിട്ട് ആലോചന നടക്കുന്നു. ഇതൊരു സൂചന റാലി മാത്രമാണ്. ഇനിയും ഏറെ ആളുകൾ പങ്കെടുത്ത് വലിയ പ്രതിഷേധമായിട്ട് തന്നെ മുമ്പോട്ട് പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ വട്ടപ്പാറ പ്രദേശത്തെ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ആലോചനാ യോഗം നടക്കുകയുണ്ടായി. സമരസമിതിയുടെ നേതൃത്വത്തിൽ വട്ടപ്പാറ ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സോഷ്യൽ മീഡിയയിൽ കണ്ടത്.
ചരമ വാർത്തകൾ. കോതമംഗലം രൂപതാ വൈദികൻ ഫാദർ ജോസഫ് കണ്ണാത്തുകുഴി 89 വയസ്സ് നിര്യാതനായി. മൂവാറ്റുപുഴ പെരുമ്പല്ലൂർ കണ്ണാത്തുകുഴി പരേതരായ ഔസേഫ് അന്ന ദമ്പതികളുടെ മകനാണ്. മൃതദേഹം ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 സഹോദരി പുത്രൻ ജോസ് പോളിന്റെ പെരുമ്പല്ലൂരുള്ള വസതിയിൽ കൊണ്ടുവരുന്നതാണ്. സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച 10 മണിക്ക് ജോസ് പോളിന്റെ വസതിയിൽ ആരംഭിക്കുന്നതും 2 മണിവരെ ആലപ്പുഴ സെന്റ് മേരീസ് പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതുമാണ്. തുടർന്നുള്ള ദേവാലയ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാരം പെരുമ്പല്ലൂർ വിശുദ്ധ 10 പിയൂസ് പള്ളി സെമിത്തേരിയിൽ. സഹോദരങ്ങൾ സിസ്റ്റർ ഡോക്ടർ തെയഡോർ CSN, പരേതരായ സിസ്റ്റർ സെറാഫിയ SABS, ത്രേസ്യാമ്മ പോൾ കല്ലർക്കൽ. പന്നിമറ്റം നടുവിലെടുത്ത പരേതനായ ജോസഫിന്റെ ഭാര്യ അന്ന 105 വയസ്സ് നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. കോട്ടയം ഉറുമ്പംകുഴിയിൽ കുടുംബാംഗമാണ്. മക്കൾ പെണ്ണമ്മ എബ്രഹാം, സിസ്റ്റർ മേരി ജോസ്, ലീലാമ്മ, വത്സ. മരുമക്കൾ പരേതനായ വർഗീസ്, എലിസബത്ത്, സെലിൻ, പരേതനായ മാത്തച്ചൻ, വർക്കി. വണ്ണപ്പുറം ചെറുപറമ്പിൽ CV ജോസഫ് 64 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 11 മണിക്ക് വണ്ണപ്പുറം മാർസ് ലീവ ടൗൺ പള്ളിയിൽ. ഭാര്യ ആൻസി ആലക്കോട് കൊളമ്പേൽ കുടുംബാംഗം. മകൾ ഷീന, ജിയോ, ജെയ്സൺ. മരുമക്കൾ മാത്യു കാക്കച്ചിറ ഇളന്തേശം, ബിയ പുതുശ്ശേരി കോതമംഗലം, സുനു വെള്ളായപ്പള്ളിൽ കുറുമുള്ളൂർ. തൊടുപുഴ പാലപ്പള്ളിയിൽ പരേതനായ ഗോപാലപ്പള്ളിയുടെ ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മ 86 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. മക്കൾ മോഹനൻ പിള്ള, പ്രഭാവതി, പത്മജ, സജി. മരുമക്കൾ രവീന്ദ്രൻ, പരേതനായ തങ്കപ്പൻ പിള്ള, മാലതി. മുതലക്കോടം മുണ്ടോളിക്കൽ അഗസ്റ്റിൻ ബൈലി 56 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. ഭാര്യ വത്സ, വെട്ടിമറ്റം തടിയിൽ കുടുംബാംഗം. മക്കൾ ജോമറ്റ്, ജോയ്സ്. മരുമക്കൾ റോസിലി, ഡിസ്മി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2630 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 138 രൂപ, RSS 5 കിലോഗ്രാമിന് 136 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AIYF AISF ലോങ് മാർച്ച് തൊടുപുഴയിൽ എത്തിച്ചേർന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനതയുടെ ക്ഷമ പരീക്ഷിക്കാൻ തൊടുപുഴ നഗരസഭയുടെ സ്വന്തം ഡംപിംഗ് യാർഡ്. ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കോലാനി പാറക്കടവ് എന്ന പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും. തൊടുപുഴയിൽ KSU മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കോൺഗ്രസ് KSU നേതാക്കൾക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. KN കുമാരമംഗലം സ്മാരക മന്ദിര ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജൂലൈ 20 വ്യാഴാഴ്ച 4 മണിക്ക് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ക്യാന്റീൻ ഭാഗത്ത് മതിൽ കെട്ടുന്നത് വിവാദമാകുന്നു. സ്ലാബിട്ട ഓടയുടെ മുകളിൽ കരിങ്കൽ ഉപയോഗിച്ചാണ് പോലീസ് അധികൃതർ മതിൽ കെട്ടുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.